here. Excuse me. Go that side. Okay, carry on. Take that. Okay, Amma. എന്റെ ബാഗ് എടുക്കട്ടെ. Hey, no problem. It's my pleasure. അത് ശരി. ഇവളുടെ ഉള്ള കുന്ത്രാട്ടം. You stupid, idiot, fool. പോടാ. അപ്പൊ കേരളത്തിൽ നിന്ന് കുറ്റം പറിച്ചിറങ്ങിയതാണല്ലേ? നടക്കണ വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത്. വായി നോക്കി. കണ്ണു കണ്ടുകൂടാ തനിക്ക്? ഇത് പബ്ലിക് പ്ലേസാ. തലേ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ വിളിച്ചേ? പൊട്ടക്കണ്ണൻ. ഒന്നും കൂടി വിളിക്കടി. പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കടി. പൊട്ടക്കണ്ണൻ. വിളിക്കൂടി, നീയൊക്കെ സാമ്പിളാടി. അയ്യോ, എന്നെ മെഷീൻ കൊണ്ടോണോ? പൊട്ടക്കണ്ണൻ, പൊട്ടക്കണ്ണൻ, അടി. അങ്ങോട്ട് മാറ്, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്. ഈ ശവത്തിന്റെ അടുത്ത് തന്നെയാണല്ലോ വന്ന് പെട്ടത്. മുത്തശ്ശി കാശിക്ക് പോവാണോ? ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതിലൊക്കെ വലിഞ്ഞേറി വരണത്. ചന്തക്ക് പോണ പോലെ ചട്ടിയും വട്ടയും കൊട്ടായിട്ട് ഇറങ്ങിയിരിക്കുക. ഇയാൾ എന്നോട് മിണ്ടണ്ട. പഞ്ഞി. താങ്ക് യു. You, ma'am? ഈശ്വരാ. നോട്ടി. മൂക്കിൽ പഞ്ഞി. താങ്ക് യു. ഗംഗാജല അത്. ദൈവമേ, പൈലറ്റിന്റെ കയ്യിൽ നിന്ന് പോയി ആകാശത്ത് വെച്ചത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ എന്നെ രക്ഷിക്കണേ. സ്നാനം സ്നാനം സ്നാനം. സ്നാനം സ്നാനം. You bloody idiot! Passengers, kindly be seated, please. Thank you. Thank you. ഹലോ സാർ. അയ്യോ, നീ എന്നാ ഇങ്ങ പண்ற? അപ്പൊ ഞാനൊരു കല്യാണത്തിന് പോണ സാർ. എന്താ കല്യാണം? അങ്ങനെയൊന്നുമില്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ. യാര് ഫ്രണ്ട്? അത് പിന്നെ സാറേ, എനിക്ക് 10-150 ഫ്രണ്ട്സ് ഇല്ലേ, അതിലേതെങ്കിലും ഫ്രണ്ട് സാർ അറിയോ? നോട്ടി ഫ്രണ്ട്. അല്ല, ഈ വെള്ളച്ചാമി. എന്ത് വെള്ളച്ചാമി? ആള് കറുപ്പാ, പക്ഷെ പേര് വെള്ളച്ചാമി. എന്താ അങ്ങനെ? കല്യാണத்துக்கு പോരെ, ഫസ്റ്റ് ക്ലാസ്സിലെ പോരെ, വസതിയാ இருக்க போல இருக்கு. ഇതാണ് സാർ, നിങ്ങൾ ഈ പോലീസുകാർക്ക് ആരും നന്നായാലും പിടിക്കില്ല, എല്ലാവരും സംശയ. ശരി ശരി, ഓക്കർ. പോകുമ്പോൾ എന്നെ നീ പാക്കണം. എക്സ്ക്യൂസ് മീ. പാമ്പ് കടിയാനായിട്ട് അതും ലേറ്റ് ആയോ? ഇതൊക്കെ റോട്ടിൽ കൂടെ പോണേ.
रुकिए, आपको साहब बुला रहे हैं। എന്തുട്ട് എന്താ സാർ? ഇറങ്ങുമ്പോൾ വന്ന് പാക്കണമെന്ന് சொன்னல. അത് ഞാൻ ആദ്യം ഞാൻ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ പിന്നെ ഇവരുടെ उस बैग में क्या क्या देखो. ഒന്നുമില്ല സാർ. उसका भी तलाशी लो. സൂക്ഷിച്ചൊക്കെ ചെയ്യണേ, ലിക്കിളിയാവേ. ഇല്ലല്ല, ഈ താഴെ കണ്ട. ओके, गिव इट हिम. हां, പോ. താങ്ക് യു സാർ. എന്തിനാ പോലീസ് പിടിച്ചേ? പിന്നെ കള്ളന്മാർ ആദ്യമായിട്ടല്ലേ പോലീസ് പിടിച്ചത്? അയ്യോ, അപ്പൊ അവരെ മാല പിടിച്ചോ? പതുക്കെ പറ. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ? ഒന്നും വെറുതെ ആയിട്ടില്ല. ആ പെണ്ണെവിടെ? ഏത് പെണ്ണ്? നിന്റെ അടുത്തൊരു പെണ്ണിന്റെ പുറകെ പോകാൻ ഞാൻ പറഞ്ഞില്ലേ? അയ്യേ, ആ ഉള്ളി തോല. അതിന്റെ പുറകെ അച്ഛൻ പോവും. ഞാൻ കുറച്ചാട് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. വാട്ടിമ തുണിയിട്ട സാധനം. എടാ, പോലീസുകാരെ പേടിച്ചിട്ട് ഞാൻ ആ മാല പെണ്ണിന്റെ ബാഗിലായിട്ടിരിക്കുന്നത്. അയ്യോ, അവളൊരു ടാക്സി പിടിച്ചു പോയി. ടാക്സി വിളിച്ചു പോയാ? എയർപോർട്ട് ടാക്സി ആണോ? എന്നാ നമുക്ക് അക്കൗണ്ടിൽ പോയി ചോദിക്കാം. അവളെ കോത്താഴത്തേക്ക് പോയെന്ന്. അവളെ കിട്ടില്ല നിന്നെ കൊല്ലും. എന്റെ അമ്മേ, ആ പെണ്ണെന്താ വല്ല പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാണ്. എന്താ എന്ത് പറ്റി? ഇവിടെ കിടന്ന് കരിഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. എന്നിട്ട് എവിടെ? ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മെഡിഗിരിക്ക്. കോളേജിലോ? എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക്. എങ്ങനെ പോയത്? ഇവിടുന്ന് ഒരു കാർ കയറ്റി ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. 5:30 വണ്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഈശ്വര, സമയം 5 മണി. മണി വാടാ, അവളിപ്പോ പോവും. இப்போ ஃப்ரெண்ட் கல்யாணம் தான் போறியா? மாலைடு. Hey! Stop! Catch him! Stop! Stop! Stop there! Stop! ഇതാര്? ടിക്കറ്റ് പ്ലീസ്. ടിക്കറ്റ് ഇല്ല. അതെന്താ? എന്റെ കയ്യിൽ കാശില്ല. പിന്നെ എന്തിനകത്ത് വലിഞ്ഞെറിയത്? ഇയാളുടെ കുടുംബ പേര് ഇന്ത്യൻ റെയിൽവേ എന്നാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ഇതുമാതിരി ഓരോന്ന് ദിവസം വലിഞ്ഞെറിയ സാറേ. എവിടേക്കാ കുട്ടി?
മെഡിഗിരിക്ക്. മെഡിഗിരിയോ? ഇത് മെഡിഗിരിക്ക് പോകില്ല. ആരണഹല്ലി ഇറങ്ങി ബസ് പിടിച്ച് പോകണം. ടിക്കറ്റും ഫൈനും ചേർത്ത് 1450 രൂപ 50 പൈസ. കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇറക്കി വിടും. ഞാൻ ഇറങ്ങില്ല, എനിക്ക് പോയേ തീരൂ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിത്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെങ്കിൽ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാറ് തടവോ? നമ്മൾ തമ്മിലോടോ പോലീസ് തടവുന്നു. അയ്യോ അത് വേണ്ട, 2 ടിക്കറ്റ് എടുത്തോ. 2 ആൾക്കോ? ഒന്ന് എനിക്കും പിന്നെ ഒന്ന് തീപ്പെട്ടി കൊള്ളിക്കും. ഇളരാതെ ഇതെന്റെ വകയിലുള്ള ഒരു അമ്മൂമ്മയാ. കിന്നാര ചോക്കിന്റെ ടിക്കറ്റ് എടുത്തോ. എങ്ങോട്ടാ? അവര് പറഞ്ഞില്ല അത് തന്നെ. ആരാണഹല്ലി? അത് തന്നെ എന്തൊട്ട് തുറച്ച് ചോദിക്കാൻ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് കൂടെ പോലീസ് വിളിക്കുന്ന പറഞ്ഞാൽ ശരിയല്ലട്ടോ സാറേ. എന്നാ കാശ്. ബാക്കി ഇന്ന് ആരെയാണാവോ കണിയേണ്ടത്? 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണോ, ഭാര്യയാണോ, എന്റെ പെങ്ങളാണോ, അമ്മയാണോ, അറ്റ്ലീസ്റ്റ് എന്റെ അയൽവക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല, പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അല്ല ഏട്ടാ, പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചേട്ടനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്వం. అలా చేరనదు మేటతే ఏమండి నాకు అర్థమైంది చెప్పండి. అరే మీరు తెలుగులో చెప్పండి. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഓ അതിന് ഭാഷയില്ല. നന്ദി. പന്നിന്നാ? ആരടി പന്നി? നന്ദി, താങ്ക്സ് എന്ന് പറഞ്ഞതാ. ഓ ഇപ്പഴാ മനസ്സിലായത്. 1450 50 പൈസക്ക് കിട്ടണ കോപ്പാണ് നന്ദിന്ന്. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ ഒന്നുമില്ലേ? ആയിക്കോട്ടെ. $1450 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ. എടോ, കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എവിടുന്ന് കയറി വന്നോ? എനിക്കിത് തന്നെ കിട്ടണം. 1450 50 പൈസ മുടക്കിയ എനിക്കിത് തന്നെ ഒന്നുമില്ല. എന്റെ അമ്മോ. അല്ല, അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കല്ല. കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്കുക. എന്തിനാ മെഡിഗിരിക്ക് കുറ്റിയും പറിച്ച് പോണേ? ആ പോലീസുകാരോട് എന്തൊക്കെ പറഞ്ഞിട്ടല്ല. കണ്ണിക്കണ്ട പോലീസുകാരോട്. ഓ എനിക്ക് വയ്യ. കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്തു വേണേലും പറയാം. 1450 50 പൈസ മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ. കുറെ നേരം തന്നെ തൊഴുകണു. ഞാൻ എന്താണോ ഹനുമാൻ സമയം എഴുതിട്ട് പോടോ. അവന്റെ അമ്മൂമ്മയുടെ തൊഴുകല്. ഞാനൊരു കല്യാണത്തിന് പോവാ. ആരുടെ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ. അച്ഛന്റെ? അത് അമ്മായിപ്പന്റെ? ഞാൻ സ്നേഹിക്കുന്ന ആളുടെ. കാമോന്റെ? താൻ എന്നെ കളിയാക്കാണ്? എന്റെ 1450 50 പൈസ കുട്ടി തരണ്ട. ഞാൻ വല്ല അനാഥാലയത്തിനും കൊടുത്തു എന്ന് കരുതിക്കോളാം. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയെന്ന് ഞാൻ വിചാരിച്ചോളാം. ആ കാശിന്റെ കാര്യം ഓർത്ത് ദയവ് ഇത് കുട്ടി കരയരുത്. ഞാൻ തന്നെ കളിയാക്കിയതല്ല. ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തിലാ. ഫെലിക്സ് നാട്ടിൽ പോവാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ കല്യാണമാണെന്ന് കേട്ടു. സത്യം അറിയാനാ പോന്ന്.
അമ്മേ അയ്യോ ഫെലിക്സ് അമ്മൂമ്മയും കൊച്ചുമ്മനോട് ഉമ്മം വെച്ച് കളിക്കേ. ഭഗവാനെ, എനിക്കിങ്ങനെ ഒരു അമ്മൂമ്മ ഇല്ലാതായി പോയല്ലോ. കൊണ്ട് ഓർഡർ പോലെ അവളുടെ ഒന്ന് വേഗം വാ, കുപ്പി കളഞ്ഞിട്ട് ചാടി കേറ്, വേഗം കേറ്, ഓടി വാ. ബാഗ് വിടല്ലേട്ടാ, ബാഗ് വിടല്ലേ. ഇവിടെ എന്നെ ഇവിടെ ഇറക്കി അടങ്ങുള്ളൂ. സോറി, മറുപടി തരാൻ നേരം. എവിടുന്ന് വന്നേണ്? ബട്ടക്സിന്റെ ബട്ടൺസ് പോയെന്നൊരു ഡൗട്ട്. ട്രെയിൻ പോയി. ആണാ? അത് പോയിക്കൊണ്ടിരിക്കാണോ? ഞാൻ അറിഞ്ഞില്ല. താൻ എന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളമെടുക്കാൻ. വെള്ളം അടിക്കാനോ ഇത്ര രാവിലെ? കുടിക്കാൻ വെള്ളം എടുക്കാൻ. തനിക്ക് കൊട്ട വെട്ടിക്കാൻ ട്രെയിനകത്ത് വെച്ചിട്ട് ഇറങ്ങരുതില്ലേ? വല്ലവരും എടുത്തോണ്ട് പോയാല്? പിന്നെ വല്ലവർക്കും ഇത് തന്നെയല്ലേ ജോലി. ഈശ്വരാ, എനിക്ക് നേരത്തെ തോന്നിയത്. ഇയാളോട് ആരാ ഇവിടെ ചാടി ഇറങ്ങാൻ പറഞ്ഞേ? നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകേണ്ടത് എത്തി സഹായിക്കാൻ ഇറങ്ങിയാൽ ചെരുപ്പൂരി അടിക്കണം. എനിക്കൊരു അടിയുടെ കുറവുണ്ട്. സോറി. സാറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോഴെടുത്ത് തുപ്പ്. പൊണ്ടോറടക്കാൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറേ ഇനി എപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. എന്നാ അതില് പോവാലോ. അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അയ്യേ. അപ്പോഴേ സാറേ, ഈ ആലനഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം. ദാ ഇങ്ങനെ തൊങ്കി കളിക്കാം. ഇങ്ങനെ കളിക്കണോ? കൂടറോ. താൻ പുരുഷനല്ലേ? എന്താ തനിക്ക് ഞാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? വാൽപറമ്പി പുരുഷനല്ലേ? ഞാൻ വാലും തലൊന്നും ഇല്ലാത്തവനാ. താനൊന്ന് പോയേ. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണക വണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം. മതിയാ? അത് താൻ തന്നാ മതി. സാറേ ഇവിടെ അടുത്ത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. അമ്പലക്കവലെ പോയാ വല്ലതും കിട്ടും. പൊണ്ടാറത്തിന് വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ കിട്ടിയ സ്ഥലം. നമുക്ക് പോയി വല്ലതും കഴിക്കാന്നേ. വാ വെള്ളം വേണ്ടിട്ട് ഇറങ്ങിയിരിക്ക. വേറൊരു പിശാശ്. അയ്യോ, ഇത് ഗോപാലകൃഷ്ണല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണ. അവിടെ പാർക്ക് ചെയ്തോളൂ. കഴിക്കാൻ ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവാ? ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, മിൽക്ക് ഷേക്ക്, നൂഡിൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഓർഡർ ചെയ്യട്ടെ? ഞാൻ വെജിറ്റേറിയനാ. കിട്ടണത് എന്താന്ന് വെച്ചാൽ വിഴിക്കാൻ നോക്ക്. എന്റെ കാശില്ല കേട്ടോ. കാശില്ലാതെ വയറും വായിട്ട് ഇറങ്ങിയിരിക്കുക, കാലും ഫിറ്റ് ചെയ്ത്. ചേട്ടാ പുട്ടോ ഏത്തപ്പഴം എന്താണെന്ന് വെച്ചാൽ വേഗം അണ്ണാക്കിലേക്ക് തള്ളി കൊടുത്തേ. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ലഡു ഒക്കെ ഉണ്ടല്ലോ.
ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല ചേട്ടാ ഡെറ്റോൾ ഉണ്ടോ? ഇല്ല ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകോളൂ. കുറച്ച് ചൂടോളം തന്നെ. നാളെ കണിയുണ്ടതാവും. തനിക്കൊരു ജെറ്റ് ഇട്ടുടോ. ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയട്ടവൻ. വെള്ളം വെള്ളിട്ട് ഇറങ്ങാൻ ഇവനാരും മാലാകിയ. അയ്യോ ചൂടുവെള്ളത്തിന് വരെ തിളച്ചോളാണോ തരുന്നത്? ചേട്ടാ കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല്ല. കരിക്കൊഴിക്ക്. അവിടെ എന്താ വേണ്ട? നിന്റെ അടുത്ത് ഈ നാട്ടിൽ കാലുത്തരെന്ന് പറഞ്ഞിട്ടില്ലടാ പന്നി. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ നിന്റെ അമ്മായി അമ്മയ്ക്ക് നായരെ തപ്പി ഇറങ്ങിയാണോ നീ? എന്നെ തല്ലരുത്, ഞാൻ പൊക്കോളാം. വേണ്ട, ഇനി എന്നെ തല്ലരുത്. തല്ലിയ നീ എന്തിനാ? വെട്ടടാ അവനെ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ? എല്ലാം നശിപ്പിച്ചിട്ട് പിന്നെയും കയറി വന്നിരിക്കുന്നവൻ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് തല്ലിയത്? ഞാൻ തല്ലില്ലേ? അതെന്തിനാ ചോദിച്ചേ? വഴക്കുണ്ടാക്കിട്ടെ. എന്തിനാ വഴക്കുണ്ടാക്കിയത്? ദേഷ്യം ഉണ്ടായിട്ട്. എന്തിനാ ദേഷ്യം ഉണ്ടായത്? ഇഷ്ടമല്ലഞ്ഞിട്ട്. എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്? ആരായാള്? എന്റെ ഏട്ടനാ. സ്വന്തം ഏട്ടനെ തല്ലിയേ? ആ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാ. അച്ഛനെ തല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തല്ലി. ആ, എല്ലാ കിന്നേരം അറിയണോ അല്ലേ? അവരെത്തി. നമസ്കാരം. വണ്ടി വഴിക്ക് വെച്ച് 2 തവണ ബ്രേക്ക് ഡൗൺ ആയി. അതാ ലേറ്റ് ആയ. നമസ്കാരം. ഇത് ഏട്ടത്തിമാര്. നമസ്കാരം. ഇത് പെണ്ണിന്റെ ഏട്ടന്മാരാ. മാധവമാരുടെ മാഹില ഇൻകം ടാക്സില്. ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറിയാ. ഇത് പ്രതാപൻ. തടിക്കച്ചവടം എസ്റ്റേറ്റും ഒക്കെയാ ബിസിനസ്. സന്തോഷം. അങ്ങോട്ടിരിക്കാം. വന്നാട്ടെ. അങ്ങോട്ടിരിക്കാം. അല്ല, ഈ ചെക്കൻ അങ്ങനൊന്നുമില്ല. അതെ, ഒക്കെ ഒരുക്കിയിരിക്കുക. അങ്ങോട്ട് കയറിയുന്ന മോതിരം മാറിയാൽ ചടങ്ങ് തീരും. ആയിക്കോട്ടെ. വന്നാട്ടെ. ചടങ്ങ് നടക്കട്ടെ. ആ മോതിരം തട്ടിൽ നിർത്ത് വിരലി കിട്ടുള്ളൂ. എന്തോനെ കെട്ടാൻ പോകുന്ന ഇയാളാണോ? എന്താ സംശയം? ഞാൻ തന്നെയാ പയ്യൻ. പയ്യനാ? എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയുടെ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ. അതോട്ടാ എന്തായത്? നീ ഇടപെടണ്ട, മാറിക്കടാ. ഞാൻ ഇടപെടും. എന്റെ കൂടി പെങ്ങളാ. ചെന്ന് അച്ഛനോട് ചോദിച്ചു നോക്ക. ചിലപ്പോ ഇയാൾ അച്ഛനോട് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. കേട്ടില്ലേ? വൃത്തിയായിട്ടോ. മുടിഞ്ഞ റേറ്റ് അവിടുത്തെ റൂമിന്. ഒരു ദിവസം 3000 രൂപ. എന്റെ കയ്യിലാണെങ്കിൽ 250 രൂപയുള്ളൂ. എല്ലാരും എത്തിയോ? പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ചെക്കന്റെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടെ. ഫെലിക്സോ? അയാളുണ്ട് ഇവിടെ. ഞാൻ പോയി കാണട്ടെ. വെറുതെ എടുത്തിയാടണ്ട, എല്ലാം സാവകാശം മതി. ഗോപിയായി. ആ, അയ്യോ
നീ എന്താ ഇവിടെ? കേറ്റം കേറി വിട്. നിന്നെന്തിനാ ഇപ്പൊ ഇങ്ങട് കെട്ടിയെടുത്തത്? ഈ ഒരു സംഭവം അറിഞ്ഞാ? ഇവിടെ തെണ്ടി തന്റെ വിളിക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ഒരു വഴിയിലാണ്ടായപ്പോ ഞാനും വെള്ളം കൂട്ടി ഒളിച്ചോടി ഇങ്ങോട്ട് പോന്നു. 2 ദിവസമായിട്ട് നിന്നെ ഇവിടെ തേടി നടക്കാൻ ഞാൻ. ഇതെന്റെ കൂട്ടുകാരൻ മണി. മാല അതിന്റെ കയ്യിലുണ്ട്. ആ മാലയല്ല, ഇത് മേഘമാല. അവൻ കെട്ടാൻ പോണ പെണ്ണ. ഇങ്ങോട്ട് വന്നേ. എന്താടാ? ഈ പെണ്ണിനെ മാല കിട്ടിയോ? ആ മാല വെച്ച കാശ് കിട്ടിട്ടോണ്ട് ഈ മാല കെട്ടിട്ട് ആ തന്തപ്പെട്ട മുമ്പിൽ ആണായിട്ട് പോയി നിൽക്കാൻ. കിട്ടി എന്നാ കിട്ടി. അതിന്റെ ഏർപ്പാടാ. അതൊക്കെ ഞാൻ പറയാം. അന്നത്തിരി കാശായി ഞങ്ങളൊന്ന് ഓട്ടയ്ക്ക് കൊടുക്കാനാ. എത്ര? 7300. 7300. നീ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഈ പെണ്ണിനെ കൊണ്ട് ഓടുന്ന വെപ്രാളത്തിലേക്ക് കിട്ടിയ ഓട്ടയാ. പിന്നെ അതിലിങ്ങോട്ട് പോന്നു. നാട്ടിൽ നിന്ന് പിടിച്ച ഓട്ടയാ. 10,500 മൈലേറില്ലേ. എന്നിട്ടാ ഓട്ടോ എവിടെ? ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നീ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഓട്ടോറിക്ഷക്കാരനെ ഇവിടെ നിർത്തിട്ട് ഹോട്ടലിനകത്തോടെ ഓടിയിട്ട് പുറകുവശത്തെ മതിലിയാടി ഓടി. അയാൾ പെന്നെ തപ്പി നടക്കാ. പോലീസിന് പണി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടെ. എന്റെ കയ്യിൽ ഇനി 10-200 രൂപയുള്ളൂ. ചെക്കന്റെ വീട്ടുകാരെന്ന് തോന്നണേ. ഞാൻ സ്ഥിതിഗതികളൊക്കെ നടന്നിട്ട് വരാം. ഞാനിവിടത്തെ പോയി നിറച്ചല്ലോ. എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ. കള്ളൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. എത്തിയോ? വരണം വരണം. യാത്രയൊക്കെ സുഖമായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു. പെട്ടി സൂക്ഷിക്കിട്ടാ. ഇവിടെ എങ്ങനെ നല്ല സുഖം ഉണ്ടാ? സുഖത്തിനൊന്നും ഒരു കുറവില്ല. പിന്നെ എന്തിനാ കുറവ്? ഇതെന്റെ ഡെബ്യൂ. ഇത് ചെക്കന്റെ ഡാഡി മിസ്റ്റർ KT മാത്യു. മാത്തച്ഛനെ വിളിക്കും. ഇത് സ്വർണ്ണമ്മ, മാത്തച്ഛന്റെ വൈഫ്. നമസ്കാരം. സൂസയെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്റെ സഹധർമ്മി. ഞങ്ങള് ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇതെന്റെ അളിയൻ വർക്കച്ചൻ. ഇതെന്റെ അവള് കല്യാണത്തിന് തലേദിവസം കുട്ടികളുടെ പരീക്ഷ നടക്കല്ലേ. എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതിന് ഒരു ദിവസം പോരാതാകും. അതുകൊണ്ട് എല്ലാരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക. ബാബു, എല്ലാവരുടെയും മുറിയുടെ കാര്യം എന്തായി? അച്ചായൻ തന്നെ ചെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ തരാന്ന് പറയുന്നത്. ആഹാ, എല്ലാരും ഒന്ന് എന്ത് ഡ്രസ് അത്? ജോക്കറാ? സോറി, 1 മിനിറ്റ്. റൂം ഇപ്പൊ റെഡിയാവും. വാട്സ്ആപ്പിലെ 25 ദിവസം മുമ്പ് 60 റൂം ഞാൻ ബുക്ക് ചെയ്തല്ലേ? ക്ഷമിക്കണം മിസ്റ്റർ ഫെർണാണ്ടസ്, ചില റൂംസ് ഒക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. സോറി സർ, ഒരു അരമണിക്കൂർ എല്ലാരും കോഫി ഷോപ്പിൽ പോയി കാപ്പ് കുടിക്കുമ്പോഴേക്കും കീമായിട്ട് ഞാനങ്ങ് വന്നേക്കാം. സോറി, എല്ലാവർക്കും റൂം ഉടനെ ശരിയാവും കേട്ടോ. ഓ, ഇറ്റ്സ് ഓക്കേ. എക്സ്ക്യൂസ് മീ, ഒരു കാർഡ് തരൂ. ഗുഡ് മോർണിംഗ് സർ. ഹലോ. ഐ ആം രാമൻ കാർത്ത. ഹലോ. ഹലോ, ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു ഇവിടെ. ഇവിടെ. സോറി സർ, ഒരു ഗ്രൂപ്പിന്റെ ചെക്കിൻ ഉണ്ട്. സാർ റെസ്റ്റോറന്റിലേക്ക് ഒന്ന് ഇരുന്നാൽ കീ ഞാൻ അവിടെ കൊടുത്തേക്കാം. ഓക്കെ. ഒരു 15 മിനിറ്റ്സ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളവർക്കൊക്കെ കഴിക്കാം. എനിക്കൊരു കപ്പ് കാപ്പി മാത്രം മതി. എന്നാ വാ. ഇവിടെ നല്ല ചാകരയാണല്ലോ. നല്ല ഉരുപ്പടികൾ കുറെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും മറ്റേ കേസല്ല, എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. ആവേശത്തിൽ കയറി പിടിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ. അതെന്താ, നമ്മളും കുടുംബത്തിൽ പറഞ്ഞവർ തന്നെയല്ലേ? കുടുംബത്തില്ല. ആര്? ഹംസക്കയാ? പതുക്കെ. ഇവിടെ എന്റെ പേര് ഹംസക്കോയ എന്നല്ല, കർത്ത എന്നാണ്. കർത്തായ? അപ്പൊ സാർ മതം മാറിയാ? ഇല്ല, പേര് മാറി. ഇവിടെ രാമൻ കർത്ത എന്നുള്ള പേരിലാണ് ഞാൻ മുറി എടുത്തിരിക്കുന്നത്. നമ്മള് ബീവിക്ക് എനക്കൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇവിടെ ഇത് നല്ല ഐറ്റം ഒന്ന് എന്നെ വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കല്ലേ? അല്ല, ഒരെണ്ണം ഇവിടെ വരും. നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. കൊച്ചു കള്ളൻ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഹംസക്കോയുടെ റൂം ഏതാണ്? ഇല്ല സർ, അങ്ങനെ ഒരാളില്ല. ഇല്ലാതിരിക്കാൻ വഴിയില്ലോ. അങ്ങനെ ഒരു ബുക്കിംഗ് ഇല്ല സർ. Where is the manager? അയ്യോ, എങ്ങനെ കൊണ്ടുപോകും? എന്താ? ഹലോ, ഞാൻ അന്തപ്പൻ. നിന്റെ അപ്പനല്ല, വാടക കൊലയാളി അന്തപ്പൻ. ചാവേണ്ടവൻ ഈ ഹോട്ടലിൽ ഇല്ലെന്ന്, ഹംസക്കോയ ഇവിടെ ഇല്ലെന്ന്. എന്നാ വ്യാജ പേര് എന്താണെന്ന് പറ. എന്നാ ചാവേണ്ടവന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയക്കേ. ഭാഷ എന്ന പേരിൽ, ഭാഷ അല്ലടോ, ഭാഷ എന്ന പേരിൽ ഈ ഹോട്ടൽ അഡ്രസ് അയച്ചാൽ മതി. ഓക്കെ.
പിന്നെ ആദ്യം അഡ്വാൻസ് കൊടുത്തയക്കണം. ബാക്കി കാശ് അവൻ ചത്തു തൊലച്ചിട്ട്. അത് ചത്തവനോട് ചോദിച്ചാ പോരെ? ഓക്കെ, എന്തായാലും ഫോട്ടോ അയക്കേ. ബാക്കിക്കാര് ഞാൻ ഏറ്റു. എക്സ്ക്യൂസ് മീ, ഒരു ബുക്കിംഗ് ഉണ്ടല്ലോ പാഷ. സാർ ഒരല്പസമയം വേണം, കൗണ്ടർ ബിസിയാണ്. ഞാൻ റെസ്റ്റോറന്റിലേക്ക് എത്തിക്കാം. ഓക്കെ സാർ. ഹലോ. ഹലോ, ഞാൻ കർത്ത. താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് താൻ വെളുത്തിട്ടായിരുന്നോ? അതല്ല, ഞാൻ രാമൻ കർത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. എല്ലാവരുടെയും കീ ലിസ്റ്റ്. എക്സ്ക്യൂസ് മീ, ഞാൻ കൊടുത്തേക്കാം. ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. എല്ലാവരുടെയും പേരും നമ്പറും ഈ ലിസ്റ്റിലുണ്ട്. റൂം ആറാതെ കൊടുക്കണം പ്ലീസ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. രണ്ടെണ്ണം എന്റെ കയ്യിലിരിക്കട്ടെ. ഒരു ഒടുക്കത്തെ ലിസ്റ്റ് പറയുന്ന റൂമിൽ കിടന്നാലും ഉറക്കം വരുള്ളൂ. ഓട്ടെ കിടക്കട്ടെ. കീ, ഒരു കീ. ഇവിടെ ഇരിക്കുവായിരുന്നോ? നാത്തൂനും പിള്ളേരും തലേന്ന് ഇതെന്താ ഹോൺ അടിച്ചാൽ നാഷണൽ ഹൈവേ? എന്റെ ചാവി ഉണ്ടാ? താക്കോൽ മാറ്റി കൊണ്ടുപോകാ. നീ എന്തിനാ വിളിച്ചേ? നിന്റെ മോന്താണ് ബെസ്റ്റ് ചിക്കനാണ് ഇവിടുത്തെ. ചില്ലി ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോപ്പി മഞ്ഞൊക്കെ ആയിട്ട് ഒരുമാതിരി തൃശ്ശൂരത്തിന് ആമ്പുട്ട് വെട്ടിയ പോലെ. എത്ര തരാ? അത് കൊണ്ടുവരുന്ന ആൾക്കാരെ കണ്ടല്ലേ എഴുന്നേറ്റ് തൊഴാനാ തോന്നും. ഒറ്റ തൊഴി വെച്ചെന്നുണ്ടല്ലോ ചില പിച്ചക്കാരി ഛർദ്ദിച്ച പോലെയാവും. ഈ നട്ടിക്കൊണ്ടിരുന്നോ? വല്ലോന്റെ മുറി അത് മറക്കണ്ടത്. കയ്യില് 10 പൈസ ഇല്ല. ഓ എന്തത്? 10 അമ്മേന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്ക് എന്തിന്റെ കോപ്പ്? എടാ എന്റെ കാശില്ലെന്നാ പറഞ്ഞേ. അന്നാ നീ കുരിശ് കട്ടി പിടിച്ചിരിക്കാതെ എടുത്ത് വിൽക്കടാ. കയ്യിൽ കാശ് വന്ന പിന്നെ നിനക്ക് ആരും മേടിക്കാതെ ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ. എടാ ഞാൻ ആ ഫ്രെഡി വിളിച്ചിരുന്നു. ഇവിടത്തെ അടുക്കള എവിടെയാണെന്ന് തോന്നണേ. ഞാൻ പറയണേ കേട്ടോ. ഫ്രെഡി ഞാൻ വിളിച്ചിരുന്നു. സാധനം അയാൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരാൾ ഈ നാട്ടിലുണ്ട്, ഒരു അബ്ദുള്ള. നീ അയാളെ പോയിന്ന് കാണണം. ആളെങ്ങനെയാന്ന് അറിയണം. എന്നിട്ട് ഒരു വില നീ തന്നെ കൂടെ ഉറപ്പിച്ചോ. വെള്ളിയാഴ്ച മാല തരാന്ന് പറഞ്ഞിട്ട് അയാളുടെ കുറച്ച് അഡ്വാൻസ് വാങ്ങിച്ചോ. ഇത് അയാളുടെ ഫോൺ നമ്പറാ. ഹലോ, അബ്ദുള്ള ചേട്ടനല്ലേ? ആരാ? ഞാനാ മണി. ഗോപി വിളിക്കാൻ പറഞ്ഞിരുന്നു. ഫ്രെഡി വിളിച്ചിരുന്നു. ഒന്ന് കാണണല്ലോ. എവിടെ വരണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടേക്ക് വരാ. പള്ളി അറിയാമോ? പള്ളി പള്ളി അറിയാം. നിക്കാം. ഏത് പള്ളി? എനിക്ക് ഇവിടുത്തെ പള്ളി അറിയില്ല. എടോ, എന്നാ തനിക്ക് അറിയാവുന്ന സ്ഥലം പറഞ്ഞു തോലയ്ക്ക്. എനിക്ക് ഇവിടുത്തെ ഹോട്ടൽ നന്നായിട്ട് അറിയാം. എന്നാ താൻ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഹൈ, അത് നല്ല പ്ലാനാണല്ലോ അബ്ദുള്ളേട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, ഞാനിവിടെ കാണും. അതിന് തന്നെ ഞാൻ എങ്ങനെ അറിയും? ഹൈ, എന്നെ കാണുമ്പോ മണീന്ന് വിളിച്ചാ മതി. എടോ, താനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പറയും ഞാനാണെന്ന്. എനിക്കൊരു തണ്ടിനും പേടിയില്ല. എടോ, അതിന് തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. അതെ, ഞാനൊരു ചുമന്ന റോസാപ്പ് പിടിച്ചിവിടെ നിക്കാം. സാധനൊക്കെ കയ്യിലുണ്ട്. അയ്യേ, അതല്ല, മാല. വിലയൊക്കെ ഫ്രെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ചെറിയൊരു അഡ്വാൻസ് വേണം. എത്ര വെച്ച് ചേട്ടൻ തീരുമാനിച്ചു കൊണ്ടുവന്നാ മതി. സാധനം വെള്ളിയാഴ്ച തരാം. അപ്പൊ മുഴുവൻ തുക തന്നാ മതി. അപ്പോഴേ ഞാനിവിടെ ചുവന്ന റോസാപ്പും പിടിച്ചിട്ട് നടക്കി നിൽപ്പുണ്ടാവട്ടോ. ഓക്കെ. റോസാപ്പൂ, സിന്ന റോസാപ്പൂ, റോസാപ്പൂ. അമ്മേ, ഇവിടെ തന്നെ ആണോടാ കണ്ടത്? അവൻ ഇവിടെ തന്നെ മുതലാളി. ചേട്ടാ, ഈ വണ്ടി പോവോ? ഈ വണ്ടി പോവില്ല, ഞാൻ കൊണ്ടുപോകാൻ പോവാം. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം. ബാംഗ്ലൂർ വിട്ടാലും മതി. അമ്പലത്തിൽ വിട്ടാലും മതി. അങ്ങനെ അമേരിക്ക കൊണ്ടുവിടും. പിന്നെ എന്താണ് വീൽ വെച്ചിറക്കാൻ പാമ്പ് കടിക്കാൻ? എനിക്കൊരു സംശയമില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവർ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാൻ പിടിക്കും. അതെ, നടക്ക്. ഇത്രയും വലിയ ഹോട്ടലും താമസിക്കാനുള്ള കഴിവൊന്നുമില്ല ചേട്ടക്ക്. സ്വന്തമായിട്ടൊരു വീട് കൂടി ഇല്ലാത്തവനാണ് തേണ്ടി. ഏതോ ഒരു അങ്കിളിന്റെ വീട്ടിലെ തൊഴുത്തിലെ കിടപ്പ്. അവിടെ ആളയച്ചപ്പോ അങ്കിള് തേണ്ടി അവിടെ ഇല്ല. എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയാണ്. അത് എന്നോട് ഇതവരല്ലേ? കണ്ണാടിയായിരുന്നു. സൈഡ് പ്ലീസ്.
ആ കള്ളപ്പന്നി ഇതിനകത്ത് വാൽ അടച്ചിട്ടുണ്ട്. ഇത് റൂമിലാണ് ലിഫ്റ്റാ കോണിപ്പടി കാണാൻ വെച്ചിരിക്കുന്ന ഓടിച്ചിട്ട് പിടിയടാ. വാടാ പന്നികളെ. വാടാ. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? ഓ ശുക്രൻ തന്നെ. അവൻ എന്തേടാ എങ്ങാട് പോയിന്നറിയില്ല. ദൈവം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുഴി ഒഴിച്ച് താഴോട്ട് പോയാ. എല്ലാ മുറികളും തുറന്നു നോക്കിയാലോ? വല്ലവന്റെ മുറി തുറന്നു നോക്കി തല്ലിയിട്ടല്ലേ? ഇത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൂവല്ലേ? അവന്റെ അമ്മായി നമ്മുടെ പൂ. അവൻ ഇതിനകത്തുണ്ട്. വേറെ ആരായിട്ട് കൂടെ അകത്തുണ്ട്. ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകളെ ഞാനിന്ന് കൂട്ടിക്കൊടുക്കും. കൂട്ടിക്കൊണ്ടു പോകും. എടാ ഇനി തട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മാറിക്കേ. ഇത് ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുള്ള കാര്യമാണ്. ആ ദേ ആരെങ്കിലും പുറത്തേക്ക് ഓടിയെ പിടിച്ചോളാം. മാറിക്കോ. ആരാ നീ? ടോമൻ ചെറിയ തമാശ. കുളിക്കുന്നു. കുളിക്കാണല്ലോ ഒന്നിച്ച് കുളിപ്പിക്കണം. സെക്യൂരിറ്റി, ഞാൻ ടോമങ്കിൾ. എന്റെ മുറിയിലൊരു കള്ളൻ. ഈ വാതിൽ തുറന്നിട്ടിരുന്നാണല്ലോ, പിന്നെ ആരാ അടച്ചത്? മാഡം, അതവിടെ വെച്ചിട്ട് വേഗം പോടോ. ഓരോ ശല്യങ്ങൾ കയറി വരും മനുഷ്യന് മെനക്കെടുത്ത്. ഹലോ. ട്രേ എടുക്കാൻ പിന്നെ വരാം. അവന്റെ ഒരു കിന്നാരം. പാമ്പിന്റെ ജന്മായി. കാശ് ഞാൻ നാളെ കാലത്ത് തരാം. ഇന്നിപ്പോ ഉച്ചയായില്ല, ഇനി കാലത്താക്കാൻ പറ്റുമോ? കാലത്ത് വിളിച്ചാ മതി. ഇന്ന് പണ്ടാറടക്കാൻ. ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. This is too much. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു കള്ളം വന്ന് തല്ലുകയും ബാത്റൂം വരെ വലിഞ്ഞു കയറി വരികയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ I will call the police. ഞാൻ ഇപ്പൊ ഇവിടുത്തെ SP വിളിക്കും. സാർ പ്ലീസ്, പോലീസ് എത്തിയാൽ ഞങ്ങൾക്ക് മോശമാണ്. എങ്കിൽ എല്ലാ മുറിയും ഒന്ന് ചെക്ക് ചെയ്യണം. 100-200 മുറികളുണ്ട് ഇവിടെ. എല്ലാ മുറിയിലും സാറിനെയും കൊണ്ട് ചെന്ന് ഇയാളാണോ കള്ളൻ ചോദിക്കാൻ പറ്റും. ആളിവിടെ എവിടെയെങ്കിലും കാണും. ആളെ കണ്ടാ എങ്ങനെ ഇരിക്കും? കണ്ടാൽ ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഉള്ളൂ. ഒരു കാറ്റ് വന്നിക്ക് മീശ വെച്ചതുപോലെ ഒരു അങ്ങനത്തെ ഒരു മീശ എവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഈ മീശാൻ പഠിച്ചാൽ പിന്നെ കളവന്റെ കളവിയുടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ പോരെ. ഈ 12-ാം തീയതി മാലയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ബന്ധം ഇനി കിട്ടുമോ? കല്യാണപ്പെട്ട് ഒളിച്ചോടിന്ന കാര്യം പുറത്തറിഞ്ഞ പിന്നെ ഈ ജീവിതത്തിൽ അവളുടെ കല്യാണം നടക്കോ? ഇപ്പൊ തന്നെ ഏതോ കീണിക്കോണ തമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാണെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 12-ാം തീയതിക്ക് മുമ്പ് മാല ആരും അറിയാതെ പന്തലിലെത്തിക്കണം. ഇല്ലെങ്കിൽ എന്റെ മാനം പോകണം. എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേളയും. എവിടെ? നിന്റെ അമ്മായിയമ്മയുടെ 2-ാം കെട്ടിന് പോയി റൂം എടുക്കടാ. എവിടെയാ റിസപ്ഷൻ? ഓ റിസപ്ഷൻ വേണമെങ്കിൽ ടൗൺ ഹാളിലോ TDM ഹാളിലോ എവിടെ വേണം വെക്കല്ല. ആദ്യം കല്യാണം നടക്കട്ടെ, പിന്നല്ലേ റിസപ്ഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഹോട്ടൽ റിസപ്ഷൻ. മുറി എടുക്കണമെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിൽ പോണം. അതെവിടെന്നാ ചോദിച്ചത്? പോയി നോക്കണം. സാർ എക്സ്ക്യൂസ് മീ, യുവർ 110. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒരു മിനിറ്റ്, എന്റെ ആരും പുറത്തു പോയിട്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ. ഹലോ, ആരാണ്? നീ അബ്ദുള്ള കണ്ട? ഇല്ല, ഞാൻ കണ്ടില്ല. അയാൾ പട്ടുവൻസായിട്ട് ഹോട്ടലിലേക്ക് വരും. ആളെ തിരിച്ചറിയാനായിട്ട് പോവായിട്ട് നിൽക്കാണ് ഞാൻ പറഞ്ഞേക്കണേ. കാശ് നീ മേടിച്ചോളാം, എനിക്ക് വരാൻ പറ്റില്ല. അല്ല നീ ഇപ്പൊ എവിടെയാണ്? ഞാനോ? ഹലോ 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 ഹലോ. അബ്ദുള്ള പൂവായിട്ട് നിൽക്കുന്നതാണോ ഞാൻ പൂവായിട്ട് നിൽക്കണമെന്നാണോ പറഞ്ഞത്? കൺഫ്യൂഷൻ ആക്കിയല്ലോ. ഇവൻ ഏത് രാജ്യത്താണ് ഇന്റർനാഷണൽ കോൾ വിളിച്ചത്? അവരെങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഒരു മാരേജുമായി ബന്ധപ്പെട്ട് വൺ മിസ്റ്റർ KT മാത്യുവിടെ റൂം എടുത്തിട്ടുണ്ടോ? കയ്യിൽ പോവുക. ഇയാളാവൂ അബ്ദുള്ള.
മാലന്റെയിലുണ്ട്, ഞാൻ മണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. മാല എവിടെയുണ്ട്? മാല എന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിഷമം തോന്നില്ല. വിലപേശൽ നടക്കില്ല, ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്സാ? അതെ, അത്രമാത്രം കഷ്ടപ്പെട്ടത് അടിച്ചോണ്ടെന്ന്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകളാ. എന്റെയിലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും, ജീവിതവും പോക്കാവും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശാവും. എന്ത് തീരുമാനം? അപ്പോഴേ എങ്ങനെയാ കച്ചവടം? തൽക്കാലം 20,000 രൂപ അഡ്വാൻസ് തന്നാ മതി, ബാക്കി കൈമാറ്റം നടന്ന ശേഷം. പറ സാറേ. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ? പറ്റൂലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞോ. പറയണ വിലക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ചില്ലറ പാർട്ടിയല്ല. ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ്. പെൺവാണിപം. രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറയിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട, സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. കച്ചവടം ഉറപ്പിച്ച് വേറെ ആയിരിക്കും കൊടുക്കലേട്ടാ, ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ പണം ബാക്കി മുറിയിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഇവിടെ റൂമുണ്ടോ? 222. എപ്പോഴാ വരണ്ടേ? ഒരു 6:30 വന്നേക്ക്. സർ, ഇവിടെ ഈ പേരിൽ എൻട്രി ചെയ്തിരിക്കുന്ന മുറിയിൽ ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ സാർ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് സാർ. അവരുടെ ആളുകളൊക്കെ റെസ്റ്റോറന്റിലുണ്ട്, നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാലോ? കം വിത്ത് മീ. ഒരു കൊറിയർ ഉണ്ട്. സർ, ഒരു കൊറിയർ ഉണ്ട്, കൊടുത്തേക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആഹാ, അതിനിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? നോക്കട്ടെ. ഇത് കണ്ടോ മാത്തച്ചാ, നമ്മൾ രണ്ടാളും. ആഹാ, ഇത് വലിയൊരു ബന്ധത്തിന്റെ തുടക്ക. എനിക്കിതൊന്നും എല്ലാവരും ചെയ്തു തരണം. ശരി സാർ, സാർ വെച്ചോളൂ. ഞാൻ ഒന്നും. നിങ്ങൾ രണ്ടാളും ഇവിടെ നിക്കണ്ട, ഞങ്ങൾ വെറുതെ രസംകുല്ലികളാവും. ചെറുക്കനും പെണ്ണും അവരവരുടെ ജീവിതം അവരെന്നെ നിശ്ചയിക്കട്ടെ. വാ മാത്തച്ചാ, ഒരു കാര്യം പറയാനുണ്ട്. കഴിയുമെങ്കിൽ മതി. 22 ലക്ഷം ക്യാഷായിട്ട് കൊണ്ടുവന്നതാ. പള്ളിയിലും പാർട്ടിക്കും ഡാൻസിനും ഹോട്ടലിലും കൊടുത്തപ്പോ ഒന്ന് ടൈറ്റായി. കുഴപ്പമില്ല, ബാങ്കിൽ നിന്ന് TT അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 4 ദിവസം അടുപ്പിച്ചൊഴിവായതില് ഞാനൊന്ന് കുടുങ്ങി. കല്യാണത്തിന് 2 ദിവസം മുമ്പ്, അതായത് വ്യാഴാഴ്ച, ഞാൻ പറഞ്ഞ തുക തന്നേക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓ വേണ്ട, ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. വേണ്ട വേണ്ടെന്ന് നീ പെഴുന്നള്ളിക്കണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ട് കൈ വീശി പോകേണ്ടി വരും. ഇപ്പൊ പെട്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും, എനിക്ക് ആവശ്യമുണ്ട്. എന്താ, നീ ആനേനെ വാങ്ങാൻ പോണ്ട? ആന അമ്പാരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ ആദ്യ ഭാര്യ ചത്തപ്പ എന്നെ കിട്ടിയത്. അവസാനം വന്ന് കയറിയപ്പോഴല്ലേ അറിഞ്ഞത് ഒരു മത്തങ്ങയില്ലെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു മത്തങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുന്നു. എന്റെ നാക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് 1 ലക്ഷം രൂപ കിട്ടണം. എന്തിനാന്ന്? വിവാഹത്തിന് പാർട്ടിക്ക് കൊടുക്കാൻ കുറെ സാരി സ്വർണ്ണൊക്കെ വേണം. ഇല്ലെങ്കിൽ ഞാൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ നോക്കട്ടെ. ചോദിക്കും. സാർ, സാർ ഒന്നിങ്ങി വരും. KT മാത്യു എന്നൊരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. കള്ളച്ചെക്ക് കേസാ. അവന്റെ ചെക്കെല്ലാം പോണേന്റെ ഇരട്ടി സ്പീഡിലാണ് മടങ്ങി വരുന്നത്. അതെയാ? ഒന്നല്ല, 8 എണ്ണമാ കേസ്. ആളെവിടെ ഉണ്ട്? ആളിവിടെ ഇല്ല. അയാളുടെ പേരിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ടല്ലോ. ആളുടെ പേരിൽ ഇവിടെ റൂം ഉണ്ടല്ലോ. ആള് ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഇങ്ങനെയുള്ള തെണ്ടി പുരുഷകളൊക്കെ ബന്ധുവാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? കുടുംബത്തിൽ കയറ്റം കൊള്ളാത്തവന്മാര്. അത് ശരിയാ. വന്നാ അറിയിക്കണം. 4 ആഴ്ചയെ അവനെ ഞാൻ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ അത്രയും പാടില്ല. വന്നാ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം. വേണ്ട, ഞാനിവിടെ റൂം എടുത്ത് താമസിക്കാൻ പോവാ. കയ്യിൽ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. ഞാൻ അങ്ങോട്ട് അറിയിക്കാം. അല്ല, എന്താ പ്രശ്നം? എന്റെ ഒരു ബന്ധുവാ. അപ്പൊ പിന്നെ നിന്റെ അപ്പൻ ശവം എന്നൊക്കെ പറഞ്ഞത്? അതെ, അവന്റെ അപ്പന്റെ ശവോടക്കിനെ എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അവിടെ ആരുമില്ല. പിന്നെ എനിക്ക് ഇതിരി കാശ് വേണം. കൊണ്ടുവന്നേ. ഞാൻ 2 ദിവസം ഇവിടെ മുറിയെടുത്തിട്ട്. ആരെങ്കിലും ശ്രദ്ധിക്കും, നമുക്ക് രാത്രി കാണാം. എപ്പോഴും ഒളിച്ചോടുക. കാശ് കൈ കിട്ടട്ടെ. രാത്രിയിൽ എന്നെ വിളിക്കുവോ? അങ്ങേരൊന്ന് മാറിയ ഉടനെ വിളിക്കാം. ഇവിടെ എവിടെ ആ സാധനം എങ്ങനെയുണ്ട്? സംശയമില്ല, പോക്ക്. എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ അവർക്ക് നമ്മളോട് ഒരു ലൈൻ ഉണ്ട്. പക്ഷെ നേരിട്ടുള്ള ഡീലിങ്സാ. കെട്ടിയോന്ന് അറിയാതെ ഇടപാട്. രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഇപ്പം വേറൊരുത്തൻ വന്ന് മുട്ടിയിട്ടുണ്ട്. കൂടുതൽ കാശ് കൊടുത്താല് ഇങ്ങോട്ട് മറിയും. പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തു. അല്ല, ഇക്കടെ മറ്റേ കേസ് അവിടെ? അവള് വന്ന റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീ കൊടുത്ത് പോലീസുകാരൻ പോയി. പോലീസ് വന്നേ?
നിന്റെ അപ്പന് ഞാനൊരു ചെക്ക് കൊടുത്തില്ലേ? അത് തന്നെ കാര്യം. എന്റെ കയ്യിൽ 4 വെള്ളി വന്നോട്ടെ, നിന്റെ തൊന്തക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കാശ് കിട്ടിയോ? ആ ഫെർണാണ്ടസിന്റെ ഒരു ബന്ധു ഇല്ലേ, അങ്കിൾ ടോം, അങ്ങോരോട് പറഞ്ഞു ഏൽപ്പിക്കാന്ന്. നമ്മൾ തമ്മിൽ പരിചയമല്ല. ഇങ്ങനെയൊക്കെയല്ല ഓരോരുത്തരെ പരിചയപ്പെടാ. എന്നാ പിന്നെ വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? അങ്കിൾ അത് അങ്കിൾന്നോ ചേട്ടൻ എന്ത് വേണേ വിളിച്ചോ, പ്രശ്നമില്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. കാശ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാശ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാ. മതി 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 മതി. എപ്പോ വരണു? എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്തായാലും ഓക്കെ. ടോം അങ്കിൾ, റൂം നമ്പർ 229. ഞാൻ പോയി വാങ്ങിച്ചോളാം. പപ്പാ വേഗം ഇങ്ങോട്ട് വന്നേ. ഒപ്പ വീണാനെ പന്നി. പപ്പ വീണ? വീണില്ല, കാലൊന്ന് തട്ടി. അതല്ല വീണ, അവളെ ഞാൻ കണ്ടു. അവിടെ അവളെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? എനിക്കറിയില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. ഈ കല്യാണം പൊളിക്കാനാ. പ്രേമത്തിന്റെ കൂടെ ഒരു ഗർഭവും ചേർത്ത് പറഞ്ഞാ പോരെ, കാര്യമൊക്കെ തുറഞ്ഞില്ലേ? തെളിവ് ഇഷ്ടം പോലെ അവളുടെ കയ്യിലുണ്ടല്ലോ, സമ്മാനങ്ങളും എഴുത്തൊക്കെ ആയിട്ട്. എല്ലാവരുടെയും മുമ്പിൽ കുറെ നാളെ എഴുന്നള്ളിച്ചോണ്ടല്ലേ. ഇവ ഷേവ് ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ ഈ പണ്ടാറത്തിനെ കണ്ടിട്ടില്ല. എങ്ങനെ ഇരിക്കും ഈ പിശാചി? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചുവന്ന സാരി ബ്ലൗസ് കൊടുത്ത് ഞാൻ കണ്ടതല്ലേ? ഓ, കുരിശുകളോരൊന്ന് കല്യാണം മുടക്കാനായിട്ട് വന്ന് കയറി തുടങ്ങിയിരിക്കുക. ദേ, കാര്യം നടന്നില്ലെങ്കിൽ 10 പൈസ എഴുതി ഞാൻ കത്തിക്കില്ല. കുരിശമ്മ കിടന്ന് മേതിരി കത്ര നല്ല സുഖല്ലേ? ഡാൻസ് കളിക്കുന്നത് അല്ല, കുർബാനയുടെ കാര്യം എന്തായിന്നറിയാൻ? അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ അല്ലേ, അതെ, നിനക്ക് ഇനി തോന്നിയതാണ്. അല്ല, ഇത് അവള് തന്നെ, എനിക്ക് ഉറപ്പാ. എന്നാ നീ അങ്ങോട്ട് ചെല്ല്. ചോപ്പ് സാരി എന്നല്ലേ പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം. മൈ കൊറിയർ. താങ്ക് യു. സോറി സാർ. കേക്ക് ഞാൻ തന്നെ. ആരാ ഇവിടെ? വകയിലൊരു അമ്മായിയമ്മ. വകയിലമ്മായിയമ്മയോ? അമ്മൂമ്മ. ഏത് തറവാട്ടില്? കുമ്മണാഞ്ചേരിയിലെ അമ്മൂമ്മ. കുമ്മണാഞ്ചേരിയിലാണ് എനിക്കൊന്ന് പരിചയപ്പെട ഇപ്പൊ അമ്മൂമ്മ കിടന്നുറങ്ങും. അങ്ങനെ പള്ളിയിൽ അച്ഛൻ തന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. കുമ്മണാഞ്ചേരി? കുമ്മണാഞ്ചേരി അല്ലോ, മണ്ണാകട്ട. അച്ഛൻ തന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. താലി വന്നേ. ഹലോ, ജോസ് അല്ലേ? ഓപ്പറേറ്ററോട് ചോദിച്ചിട്ട് ഞാൻ രാമകത്തിന്റെ റൂമിൽ വിളിച്ചു. പക്ഷെ അവിടെ ഒരു ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇയാൾ എങ്ങനെ ഇരിക്കും? ആവശ്യം അയാളുടെ അല്ലേ, വരുമ്പോ വിളിച്ചോളും. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഹലോ, ഫോണിൽ പറഞ്ഞ പ്രകാരം അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വാൻസോ? അതെ, മണി. മണി കൊണ്ടുവന്നിട്ടുണ്ടോ? മാല ഇപ്പൊ കിട്ടും. മാല വെള്ളിയാഴ്ച വന്നാൽ മതി. അപ്പോഴേക്കും മാല എൻ്റെ ഉണ്ടാവും. ഇതാ പണം. ബാക്കി മാല കിട്ടിട്ട് ഞാൻ വെള്ളിയാഴ്ച വരും. ഞാൻ പാഷയാണ്. എടോ, ഞാൻ തന്നോട് കൊല്ലേണ്ട ആളിന്റെ ഫോട്ടോ മാത്രമല്ലേ അയക്കാൻ പറഞ്ഞു. ഇതിപ്പോ 2 പേരുണ്ടല്ലോ. അതിന് തന്നെയും കണ്ടിട്ടില്ലല്ലോ. തന്നെ കണ്ടാലല്ലേ താനേത് അളിയനേതെന്ന് അറിയാൻ പറ്റൂ. ഓക്കെ. വലതുവശത്ത് നിൽക്കുന്നത് അളിയൻ. മൈ ടാർഗറ്റ്. പിന്നെ കൊലപാതകമാണെന്ന് തോന്നുന്നു. എന്റെ ഒരു മയക്ക് വരുന്നുണ്ട്. അത് മോന്തയുടെ അടുത്തൂടെ പോയാൽ മതി, ആള് ബോധം കെടും.
ബോധം കെട്ടവനെ പൊക്കിയെടുത്ത് വല്ല കുളത്തിലോ ആറ്റിലോ കൊണ്ടെറിയും. കണ്ടാൽ മുങ്ങിച്ചെത്താണെന്നേ തോന്നുന്നു. പോലീസ് വടി പിടിക്കും. അപ്പൊ കൊന്നിട്ട് കഴുത്തിലെ മാല എടുത്തോണ്ട് വന്നാ മതി. ബാക്കി കാശ് അപ്പ തരാം. ഓക്കെ. ഇവൻ ചാവേണ്ടവൻ, മറ്റവൻ കൊല്ലാൻ കാശ് തരുന്നവൻ. റിസപ്ഷനിലേക്ക് ഒന്ന് വിളിക്കും. ഏലിയാസിന്റെ മുറി വർക്കിച്ചന്റെ മുറി തോമസ് കുട്ടി. ആകെ കുഴഞ്ഞു കിടക്കുക. ആരാ നോക്കടേ? ഓ, അവനാണ്. അല്ല, നമ്മളല്ലേ കാശിന്റെ കാര്യം? മാല ഞാൻ തന്നെ സാർ. കാശ് റെഡിയാണ്. മാലയപ്പോ കൊണ്ടുവരും. മാല ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടാ? ഉണ്ട്. എന്നാ ഇപ്പൊ തന്നെ കൊണ്ടുവന്ന എന്താ? അങ്ങനെ റോട്ടിലിട്ട് ചെരുപ്പ് വെക്കണ പോലെ വെക്കാൻ പറ്റിയ സാധനമല്ലത്. ഇതൊക്കെ പരമരഹസ്യമായിട്ട് നടക്കുള്ളൂ. പിന്നെ ഞാൻ തരുന്നതോ നിങ്ങൾ കൊണ്ടുപോകുന്നോ വേറെ ആരും അറിയാൻ പാടില്ല. അതാണ് മുതലാളി നമുക്ക് നല്ലത്. നാറ്റക്കേസ് ആവൂല. അധികം സംസാരിച്ചേക്കാൻ നേരമില്ല. അഡ്വാൻസ് ഒന്ന് കച്ചവടം ഉറപ്പിക്കേ, അല്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കും. കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയല്ലേ. അങ്ങനെ പുറത്തു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പൊ തരാം. പക്ഷെ 12-ാം തീയതി മുമ്പ് കാര്യം നടന്നിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓക്കെ, അത് ഞാൻ ഏറ്റു. എന്നാ കാശ് തരാം. അപ്പൊ ശരി, മാലയായിട്ട് വരുമ്പോ ബാക്കി. ഇനി തിരിച്ചു ചോദിക്കാതിരുന്നാ മതി. എന്റെ ഈശ്വര. എന്തിനാ കരയണേ? മണിയെ കാണാനില്ലെന്ന് ഇപ്പൊ വരാന്നും പറഞ്ഞ് പുറത്തു പോയതാത്രേ. അതാണോ കാര്യം? ഞാനവനെ പുറത്തൊരു അത്യാവശ്യത്തിന് പറഞ്ഞോട്ടെ. ഞാൻ എടുത്തോളാം. ഹലോ, നീ ഇതേത് നരകത്തിൽ പോയി കിടക്ക? ഞാനിവിടെ ഒരു അലമാരിക്കകത്താ. ഈ ഹോട്ടലിൽ ഏതൊരു മുറിയിൽ ഏതൊരു അലമാരിക്കകത്താ. നീ എങ്ങനെ അതിക്കാരെ പറ്റിയത്? അതൊന്നും വിസ്തരിക്കാൻ നേരില്ല. എന്നെ ഇതൊന്നും ഇറക്കി വിടെ. ഏത് മുറിയിലാ? അതെനിക്കറിയില്ല. ഏത് ഫ്ലോറാ? അതും എനിക്കറിയില്ല. എടാ, എന്തെങ്കിലും അടയാളം പറയാണ്ട് ഞാൻ എങ്ങനെ അറിയും? പിന്നെ നീ ഒരു കാര്യം ചെയ്. ഹലോ, ഇതിന്റെ കറണ്ട് പോയി. ഞാനിന്ന് പൊളിക്ക്. ഞാൻ ഇതിന്റെ പുറത്ത്. ഹലോ, അയ്യോ നമ്മേ. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയ വെയിറ്ററുടെ തന്തയ്ക്ക് വിളിക്കും അല്ലേ? കാണിച്ചു തരാം. 4 അടിച്ചിട്ടിരിക്കല്ലേ, അളവൽപ്പം കുറഞ്ഞാലും അറിയില്ല. ചിക്കൻ പീസ് ഒരെണ്ണം കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പറയും. ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാനേജർ വിളിച്ചു പറയും. കാശ് കൊടുത്തിട്ട് നിന്റെ കെച്ചിലുണ്ടോ ഞങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കാൻ? ഇനി മേലാൽ തിന്നൂല സാർ. വേണമെങ്കിൽ സാറിന് ഒരു പീസ്. വളരെ പാടുപെട്ട് കിട്ടിയ ജോലിയാണ് സാർ. സാറിന്റെ കാല് പിടിക്കാം. ആരോടും പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. താൻ എന്തുകൊണ്ടെങ്കിലും ചെയ്യോ? കിണറ്റിൽ ചാടാനൊന്നും പറയരുത്. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. അതൊന്നും അല്ലടോ. ഇവിടുത്തെ ഏതോ ഒരു മുറിയിൽ അലമാരിയിൽ മണിയുണ്ട്. ആരുടെ മണി? ആരുടെ മണിയല്ല, എന്റെ കൂട്ടുകാരൻ മണി. പെട്ടുപോയതാ. കണ്ടുപിടിക്കാൻ ഒരു നിവൃത്തിയില്ല. താൻ എല്ലാ മുറിയിൽ അലമാരയൊക്കെ തപ്പി അവനൊന്ന് പുറത്തിറക്കി തരണം. കാശ് ഞാൻ വേറെ തരാം. പിന്നെ ഈ കാര്യം ഞാൻ പുറത്ത് പറയേയില്ല. ഇവിടെ 10-300 മുറിയുണ്ട് സാറേ. ചുമ്മാ കയറി തപ്പാനൊന്നും പറ്റില്ല. ആളെ ഞാൻ പുറത്തിറക്കി തരാം. പക്ഷെ കുറച്ച് സമയം വേണം. സമയം എത്ര വേണമെങ്കിലും എടുത്തോ, പക്ഷെ കാര്യം നടക്കണം. അല്ലെങ്കിൽ ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട. എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല. എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ. എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ. അത് കുറഞ്ഞ് നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ? എങ്കിൽ കല്യാണം നടത്തിക്കോ. വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. അത് മതി. കാശ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. ഈ മുറിയായിരിക്കും. ആ ചേട്ട ഇനി എത്തിട്ടില്ല അല്ലേ? ഇല്ല സാറേ, അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. സാർ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണ്ട. പോയിക്കോ. ഇല്ല, ഞാൻ അവനെ കൂടെ പോകും. കയ്യിൽ കിട്ടിയ അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാൽ ആദ്യത്തെ ഇടിക്കാൻ ഞാൻ പുറത്തുകൊണ്ട് വരും. അത് നടക്കില്ല. അതെന്താ? അവൻ മുലപ്പാല് കുടിച്ചിട്ടില്ല. അവനെ പ്രസവിച്ച ഉടനെ അവന്റെ അമ്മ മരിച്ചുപോയി. ഓ, തള്ളെ കൊന്നിട്ടാ പന്നി പുറത്തേക്ക് വന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ തെറ്റ്. സാറ് പോയിക്കോ. തിന്നാ തൂറ. എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടൂടെ? തുറക്കണോ, അല്ലെങ്കിൽ ചവിട്ടി പിടിക്കാൻ.
തുറക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ആരുമില്ലേ? ടോമംഗിളല്ലേ? ഞാൻ KT മാധു ചെറുക്കന്റെ അച്ഛൻ. ചെറുക്കന്റെ അതന്നെ അതന്നെ. ഫെർണാണ്ടസ് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? മിസ്റ്റർ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു കാശെടുക്കാൻ ആള് ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്, ഇപ്പോൾ വരെ ഇരിക്കാനൊന്നും സമയമില്ല, എന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അത് വലിയൊരു വലിയ കല്യാണം നടക്കല്ലേ, പരിചയമില്ലാത്ത സ്ഥലവും, അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ അതെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കാശ് കിട്ടുമ്പോ അതിന് ഒരു 50,000 രൂപ റൂം നമ്പർ 104 കൊടുക്കണം. 104 അവിടെ ആരാണ്? 104 എന്റെ ബന്ധു. ഓ അത് ശരി. അപ്പൊ ബാക്കി കാശ് എന്റെ മുറി കൊണ്ടു തരണം. അപ്പൊ 104 50,000 രൂപ കൊടുത്തിട്ട് ബാക്കി കാശ് എന്റെ മുറി തരണം. ടോമംഗിളെ എനിക്ക് അത്യാവശ്യമായിട്ട് കേട്ടാ. നീ ആ ടോമംഗിളിലൊന്ന് വിളിക്കണം, കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാട്ടാ. ഓഫി ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അറിയ ഒരു വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഹലോ, അങ്കിൾ ടോമിന്റെ റൂമൊന്ന് കണക്ട് ചെയ്യോ? ഹലോ അങ്കിൾ, കാശ് റെഡി ആവുമ്പോ റൂമിലോട്ട് കൊണ്ടുവന്നാ മതി, ഞാനിവിടെ ഉണ്ടാവും. ഇതാ എത്തിപ്പോയി, കാശ് റെഡി. ഏതാ റൂം? ഹലോ, ഞാൻ 2290 ക്യാഷ് റെഡിയാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. നേരത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കൗണ്ടറിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കായിരുന്നു. ഓ അത് ശരി, എന്ന് ഞാൻ അങ്ങോട്ട് വരാം. വരൂ വരൂ വരൂ, ഇരിക്കൂ കേട്ടോ. അതെ, ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം, ഇന്നാലും ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാ? പലിശക്കല്ലാതെ ഭയങ്കര തമാശക്കാരല്ലേ, എനിക്ക് തമാശ വലിയ ഇഷ്ടമാണ്. ഇരിക്കൂ കേട്ടോ. എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? ടോമംഗിൾ നിങ്ങളുടെ ഭാര്യയെ കയറി പിടിച്ചെന്നോ? കേറി പിടിച്ച് ഉമ്മ വെച്ചു. അയാളുടെ പല്ല് കൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്, കാണണമെങ്കിൽ വാ. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേക്കണേ? ഇങ്ങനെയുള്ള ആഭാസന്മാരുടെ കുടുംബത്തേക്ക് എന്റെ ചക്കൻ അയച്ച അവന്റെ ഗതി എന്താവും? മാത്തച്ഛ സമാധാനിക്ക്, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിരിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കേ. ആ പണ്ടാറക്കാരനെ കിട്ടി അവന്റെ കയ്യിൽ താരം തല്ലി പിടിക്കും, പിന്നെ അവൻ ജീവിതത്തിൽ ആരും ഉമ്മ വെക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഓ ബഹളം ഉണ്ടാക്കരുത്. ഇതിപ്പോ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ മാനക്കേടാ. പറ്റിയ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഒരു 5-10 വേണേ കൂടുതൽ തരാം. 5-10 എനിക്ക് കൂടുതൽ കിട്ടാൻ പോണോണ്ടല്ല, അച്ചായനും ഞാനും തമ്മിലൊരു ബന്ധം വേണമെന്ന് വെച്ചിട്ട് ഞാനിപ്പോ കണ്ണടക്കുന്നു. എനിക്ക് നല്ല ദുഃഖമുണ്ട്. എവിടെയുണ്ടാ കാമത്തവള? കാമത്തവളയോ? പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറി പിടിച്ച് ഒരുത്തനെ ഞാൻ പുണ്യാളച്ചാന്ന് വിളിക്കലോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ താമസിച്ചത്? സോറി. വരൂ. ഞാനിവിടെ ഇരിക്കട്ടെ? ഓക്കെ, ഒരു ചായ കൂടെ പറയാം. കുറച്ച് കഴിഞ്ഞു മതി. ഫോണിൽ കേൾക്കുന്ന ശബ്ദവും ഇപ്പൊ കേൾക്കുന്ന ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നെ ഇഷ്ടായോ? ഏത് വീട്ടിലെ? വീട് നാടും ഒക്കെ എന്തിനാ അറിയുന്നേ? കള്ളൻ, ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. ഞാൻ ബാത്റൂമിൽ നിൽക്കാം. May I come in, sir? Yes. Can I make the tea? No, sir? no. Okay, sir. എവിടെ പോയി? Sir, bill please, sir. ബില്ല് പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ. ചെറുക്കന്റെ അച്ഛൻ പണം കൊടുക്കാൻ പണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. തന്നോടെയാണ് ഭാര്യ കയറി പിടിക്കാൻ പറഞ്ഞു. ഭാര്യ കയറി പിടിച്ചോ? എടോ താര മാത്തച്ഛന്റെ ഭാര്യ കയറി പിടിച്ചില്ലേ? അയ്യോ, ഞാൻ അയാളുടെ ഭാര്യയെ കണ്ടിട്ട് പോലും ഇല്ല പ്രജിത്ത. ഇന്നാളെ ഇവിടെ കയറികളെ ഇടിച്ചില്ലേ? ആ ചുമ്മാതല്ല, ഇയാളാണ് വീട്ടിൽ കയറി വല്ല തോന്നിയാ ഒരു പെണ്ണിനെ കയറി ഉമ്മം വെച്ചിട്ട് അവളെ കണ്ടിട്ടില്ല പോലും. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പ്രജിത്ത. കാശും കൊണ്ട് മാത്തച്ഛന്റെ മുറി കയറി ചെന്നിട്ട് സ്വർണ്ണമേ കയറി പിടിച്ച എന്തിനാന്നാ ചോദിക്കുന്നേ? ഞാൻ കാശ് കൊണ്ട് ആരുടെയും മുറി പോയിട്ടില്ല, ആരെ കയറി പിടിച്ചിട്ടില്ല. നിങ്ങളോട് ആരെയും നുണയൊക്കെ പറഞ്ഞു തന്നത്? അവനെ ഇങ്ങോട്ട് വിളിക്കേ, കൂട്ടി നിർത്തി ചോദിക്കാം. ഒരുവിധം ഒതുക്കി വിട്ടതാ, ഇനി എല്ലാരെയും കൂട്ടി നിർത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിക്കണോ? അറിയണമെങ്കിൽ അറിയട്ടെ, എനിക്ക് ഇന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം.
10-40 വർഷമായി ഈ മനുഷ്യന്റെ കൂടെ ഞാൻ പൊറുക്കുന്നു. ഇന്ന് വരെ എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്താണോ തന്നെ നെറ്റി ചുമന്നിരിക്കുന്നത്? അത് നെറ്റിയൊന്നും ചോര പിടിച്ചു. പിന്നെന്താ ചോരയ്ക്ക് ഒരു വാസന? അത് നല്ല മനസ്സുള്ളവരുടെ ചോരയ്ക്ക് ചിലപ്പോ വാസന ഉണ്ടാവും. അങ്ങനെയാണ് ഈയുടെ ചോര നാറല്ലോ. ആ മാത്തച്ഛനെ ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ടൊന്നും വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. എന്നാ വാ, സത്യം അറിഞ്ഞിട്ട് നടക്കേ. എന്റെ അമ്മോ, തലയില്ലാത്ത ശവം. അയ്യോ, ഏതായുള്ളു? എന്റെ അമ്മ, എനിക്കറിയില്ല. താൻ അറിയാതെ തന്റെ അലമാരിക്കകത്ത് എങ്ങനെയാണ് ഒരു പെണ്ണ് വന്നത്? ഇവൾ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. സത്യം പറ, ഏതാണ് നീ? അടിച്ചതിന്റെ കരുതക്കുട്ടി തിരിക്കും ഞാൻ. പോലീസിനെ വിളിക്കേ. കക്കാന് മോട്ടിക്കാനൊന്നുമല്ല, ഇയാള് വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ വിളിച്ചോ? ആ, താൻ ഫോണിൽ വിളിച്ചില്ലേ? എന്നിട്ട് ഹോട്ടലിലേക്ക് വാ, കെട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ നാക്ക് പുഴുത്തു പോവും. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കാശ് കൂട്ട അങ്ങോട്ട് വരാതല്ലേ പറഞ്ഞത്. അപ്പൊ നീയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാന്ന്? ഓഹോ, അപ്പൊ താൻ വിളിച്ചു വരുത്തി എന്നുള്ളത് ശരിയാ? അല്ല, അത് ഒറ്റ അക്ഷരം പറ്റി പോരുത്. വയസ്സൊന്നും ഞാൻ നോക്കില്ല. കണ്ട തേപിടിച്ചുകളെല്ലാം പിടിച്ച് മുറി കയറ്റിട്ട് കുടുംബത്തിന്റെ മാനങ്ങളെ ഇറങ്ങിയിരിക്കണം അച്ഛത്തെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിക്കണോ പോണോ? ഇറങ്ങി പോടി പിഴച്ചവളെ. ഇവള് മറ്റേ കേസാ. താൻ വലിയ വർത്താനൊന്നും പറയണ്ട. തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. ഞാൻ മഹാപേട തന്നെയാ. എനിക്കൊന്നും നോക്കാനില്ല. മെക്കിട്ട് കയറാൻ വന്ന ഞാനല്ല എല്ലാരോടും വിളിച്ചു പറയും. പറഞ്ഞേക്കാം. അയ്യോ, ഇന്ന് അവസാനിപ്പിക്കും ഈ ബന്ധം. എനിക്ക് ഈ നാണക്കെട്ട ജീവിതം വേണ്ട. എന്റെ പ്രതിത്തെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ മാത്യുവിനെ വിളിച്ച് എന്റെ മുമ്പിൽ നിർത്ത്. അയാൾ പറഞ്ഞിട്ടാ ഞാൻ ഈ പെണ്ണിനെ വിളിച്ചത്. അയാൾക്കറിയാം ഇവളെ. സത്യം അയാൾ പറയും. അയ്യോ, എന്റെ സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനെയും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ലാന്ന് മുഖത്ത് നോക്കി കള്ളം പറയുന്നു ആ പന്നെ. കൊല്ലും. താൻ ഈ കല്യാണം മുടക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കാറോടോ? ഇനി ഒരു അക്ഷരം മിണ്ടിയെ തന്നെ നാക്കി ഞാൻ പിടിച്ചെടുക്കും. ഇങ്ങനെ ഒരു പല നാറ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്റെ ഒരേ ഒരു മോള, അവൾ അന്തസ്സുള്ള ഒരുത്തന്റെ കൂടെ ജീവിച്ചു കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കൊരു ബാക്കിയുള്ളൂ. ഈ തെണ്ടിയെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതിന്റെ ശിക്ഷയായി വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ കൂടെ ഞാൻ തരാം. മാത്തച്ഛനെല്ലാം മറക്കണം. നമുക്ക് നമ്മുടെ മാനമാണ് വലുത്. ക്ഷമിക്കും മാത്തച്ഛ. ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ, ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഏറ്റു. എടാ എരപ്പേ, ഞാനൊരു DIG ആണ്. DIGയുടെ കല്യാണം കഴിയുന്നവരെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാൻ അറിഞ്ഞാൽ വലിച്ചു കീറി ഞാൻ അടുപ്പത്ത് വയ്ക്കും.